കുറച്ച് ദിവസങ്ങളായി തന്നെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ താരം ശ്രീകുട്ടി തൻ്റെ സഹോദരിയുടെ ഗർഭകാലത്തെക്കുറിച്ച് വിശേഷിപ്പിച്ച് വീഡിയോ ഇടാറുണ്ട്. ഇപ്പോഴിതാ അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയും നടി ശ്രീകുട്ടിയോട് ചോദിക്കുകയും ചെയ്ത ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. സഹോദരിയെ ലേബർ റൂമിലേക്ക് പെയിൻ കാരണം കയറ്റുകയും ഇപ്പോൾ ബന്ധുക്കൾ വളരെയധികം ആകാംക്ഷയോടെ വെളിയിൽ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് ശ്രീകുട്ടി പങ്കുവച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ പുതിയ അതിഥിയെ വെൽക്കം ചെയ്യാനായി ഞങ്ങൾ പുറത്തു തന്നെയുണ്ട്. ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഏറ്റെടുക്കാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ പുതിയ അതിഥിയെ. ആ അതിഥിയെ ഒന്ന് കണ്ടാൽ മതി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുതന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു വാർത്തയും. ഏറെ നാളായി ഇപ്പോൾ ശ്രീകുട്ടി ഒരു വല്യമ്മയാകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഇപ്പോൾ ശ്രീകുട്ടിയും വേദയും വീട്ടിലായതുകൊണ്ട് തന്നെ അനീതിയോടൊപ്പം സംസാരിക്കാനും അതുപോലെ സമയം ചിലവഴിക്കാനും ഒക്കെ കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. വേദയ്ക്കും അതുപോലെ തന്നെയാണ്. വേദയുടെ വീഡിയോ ആണ് കൂടുതലും പങ്കുവയ്ക്കാറുള്ളതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്ത വളരെയധികം തന്നെ ഏറ്റെടുക്കാറുണ്ട്. ഇത്തരത്തിൽ വീട്ടിലെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ശ്രീകുട്ടിയുടെ വീട്ടിലോട്ടും എല്ലാവരും കാര്യങ്ങളും ചോദ്യങ്ങളും ചോദിക്കാറുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിനുള്ള മറുപടിയും ശ്രീകുട്ടി നൽകാറുണ്ട്. ഓരോ ദിവസവും വ്യത്യസ്തമാർന്ന വീഡിയോയുമായിട്ടാണ് വരാറുള്ളത്. ചീമയുടെ പ്രസവം അടുക്കാറായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇടയ്ക്ക് പോലും വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി ഡ്രസ്സുകൾ വാങ്ങിക്കുക, അവളുടെ കാര്യങ്ങൾ നോക്കുക, അതെല്ലാം തന്നെ ഭംഗിയായി ശ്രീകുട്ടി ചെയ്യുന്നുമുണ്ട്. ഒരു സഹോദരി എന്ന നിലയിൽ എന്തൊക്കെയാണോ ചീമയ്ക്ക് ആവശ്യം അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് തന്നെയാണ് എപ്പോഴും ശ്രീകുട്ടി പറയാറുള്ളത്. ഇപ്പോഴിതാ ശ്രീകുട്ടിയുടെ സഹോദരിയെ പ്രസവിക്കാനായി മുറിയിലേക്ക് കയറ്റിയ ഉടൻ തന്നെ പ്രേക്ഷകരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ശ്രീകുട്ടി ഏറെ നാളായി പറയുന്നു തൻ്റെ വീട്ടിലൊരു ഗർഭിണി ഉണ്ട് എന്നത്. ഇന്നാണ് ആ ദിവസമല്ലേ? നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിക്കട്ടെ. ശ്രീകുട്ടിക്ക് വേദയ്ക്ക് ശേഷം നോക്കാനൊരാളായല്ലോ. വേദ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ശ്രീകുട്ടിക്ക് ഇനി കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാമല്ലോ. അതൊരു രസം തന്നെയാണ്. നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടെ വളർന്നു. ഇപ്പോൾ അവരുടെ മക്കളെയും കൂടി നോക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത്. കുറേയധികം നാളുകളായി ശ്രീകുട്ടി പറയുകയുണ്ടായി. ഇപ്പോഴാണ് ആ ദിവസം വന്നെത്തിയത്. പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെ ശ്രീകുട്ടിയെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും ഏറ്റെടുക്കുന്നു. പണ്ട് ഓട്ടോഗ്രാഫ് മുതൽ തുടങ്ങിയ ഇഷ്ടമാണ്. അന്ന് ശ്രീകുട്ടി വളരെ ചെറിയ കുട്ടിയായിരുന്നു. പിന്നീട് വിവാഹശേഷം ശ്രീകുട്ടി സീരിയലിലും സിനിമയിലും ഒന്നും സജീവമല്ലാതെ മാറി. ഇപ്പോഴിതാ മകൾ ജനിച്ച് ഇത്രയും അധികം നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ശ്രീകുട്ടി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പല വീഡിയോകൾ പങ്കുവയ്ക്കുകയും യൂട്യൂബിലൂടെ പല വീഡിയോകൾ പങ്കുവയ്ക്കുകയും ചെയ്ത് സ്വന്തമായ രീതിയിൽ തന്നെ പ്രേക്ഷകരുമായി സംസാരിക്കാനും ഒക്കെ ശ്രീകുട്ടി ഇപ്പോൾ തയ്യാറെടുക്കാറുണ്ട്. അത് കാണുമ്പോൾ പ്രേക്ഷകർക്കും വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.